വചനോപാസനയായി വരമഴ പൊഴിയുകയായി വാനവും ഭൂമിയും സംഗീതമാധുരിയിൽ വീണ്ടും ഇണങ്ങുകയായി. വചനോപാസന. സങ്കീർത്തനങ്ങൾ അധ്യായം 137. പ്രവാസിയുടെ വിലാപം. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെയോർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു. ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ മർദ്ദകൻ സിയോനെക്കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും? ജെറുസലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലതുകൈ എന്നെ മറക്കട്ടെ. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ, ജെറുസലേമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തേക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ, എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. കർത്താവേ, ജെറുസലേമിൻ്റെ ദിവസത്തിൽ ഏദോമ്യർ ചെയ്തതെന്തെന്ന് ഓർക്കണമേ. ഇടിച്ചു നിരത്തുവിൻ, അടിത്തറ വരെ ഇടിച്ചു നിരത്തുവിൻ എന്നവർ പറഞ്ഞു. സംഹാരിണിയായ ബാബിലോൺ പുത്രി, നീ ഞങ്ങളോട് ചെയ്തത് നിന്നോട് ചെയ്യുന്നവൻ അനുഗ്രഹീതർ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിക്കുന്നവൻ അനുഗ്രഹീതൻ. വചനോപാസന. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു. ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെയോർത്ത് ഞങ്ങൾ കരഞ്ഞു. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെയോർത്ത് ഞങ്ങൾ കരഞ്ഞു. ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു.
ഞങ്ങളുടെ മർദ്ദകർ സിയോനെ കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞു. വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും? ജെറൂസലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലത്തുകൈ എന്നെ മറക്കട്ടെ. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറൂസലേമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തേക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. വചനോപാസന. 137 സങ്കീർത്തനമാണ് നമ്മൾ ഇന്ന് വിചിന്തനത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ സങ്കീർത്തനം പ്രവാസിയുടെ വിലാപം എന്നറിയപ്പെടുന്ന സങ്കീർത്തനമാണ്. എല്ലാ സങ്കീർത്തനങ്ങളും ദാവീദ് രാജാവ് എഴുതിയതാണ് എന്നുള്ളതാണ് പരമ്പരാഗതമായി നമ്മൾ വിശ്വസിച്ചു പോരുന്നത്. പക്ഷേ ഈ സങ്കീർത്തനം ദാവീദ് രാജാവിൻ്റെ കാലഘട്ടത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആയതുകൊണ്ട് ഇത് ദാവീദ് രാജാവിൻ്റെ പേരിലേക്ക് ആരോപിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിന് ശേഷം വിപ്രവാസത്തിലായിരുന്ന ഒരു ഇസ്രായേൽക്കാരൻ എഴുതിയ സങ്കീർത്തനമാണ് 137 സങ്കീർത്തനം. നമ്മളൊരുപാട് വായിക്കുകയും ഒരുപക്ഷെ കഥകളിലൂടെയും ഗാനങ്ങളിലൂടെയും ഒക്കെ കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു സങ്കീർത്തന ഭാഗമാണ്. സങ്കീർത്തനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന്
സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. വളരെ വ്യക്തമാണ്, ബാബിലോൺ രാജ്യത്ത് ഇസ്രായേൽ ജനം അനുഭവിച്ച ആ വിപ്രവാസത്തിൻ്റെ കാലഘട്ടത്തെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. നെബൂഖദ്നേസർ എന്ന രാജാവ് ഇസ്രായേൽ ജനത്തെ ബന്ദികളായി പിടിച്ച്, യുദ്ധം ചെയ്ത് തടവുകാരായി പിടിച്ച് ബാബിലോൺ നദിയുടെ തീരത്ത് അവരെ പാർപ്പിച്ച സംഭവത്തെ പറ്റിയാണ്. ഇസ്രായേൽ ജനം ഒരുപാട് പ്രയാസത്തിലൂടെ, സങ്കടത്തിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടമാണ്. അങ്ങനെ അവർ വിപ്രവാസത്തിലായിരിക്കുമ്പോൾ ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് അവർ പഴയ കാര്യങ്ങളെപ്പറ്റി ഓർത്ത് സങ്കടപ്പെടുന്ന ആ ഒരു കാഴ്ചയാണ് ഈ സങ്കീർത്തനം നമുക്ക് ഒരുക്കി തരുന്നത്. അവിടെ ആയിരുന്നു കൊണ്ട് ഇസ്രായേൽ ജനം സിയോനെ ഓർത്ത് കരയുന്ന രംഗമാണ് ആദ്യത്തെ വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സിയോൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ നഗരമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയം നിർമ്മിക്കപ്പെട്ട സ്ഥലമാണ്, ദൈവം സന്നിഹിതനായിരിക്കുന്നു എന്ന് ഇസ്രായേൽ ജനം വിശ്വസിച്ചിരുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് യുദ്ധ തടവുകാരായി ഈ ബാബിലോണിലേക്ക് ഇവരെ കൊണ്ടുവന്ന് അവർ താമസിക്കുമ്പോൾ അവർ സിയോനെ ഓർത്ത് കരയുകയാണ്. പ്രിയപ്പെട്ടവർ, എത്ര മനോഹരമായ ചിന്തയാണ്. ദൈവത്തിൻ്റെ ഭവനത്തെ ഓർത്ത് അവർ വിലപിക്കുകയാണ്, കരയുകയാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ദൂരേക്ക് പോയല്ലോ, ദൈവത്തിൻ്റെ തിരുസാന്നിധ്യമുള്ള ആ സിയോനിൽ നിന്ന് ഞങ്ങൾ അകന്നുപോയല്ലോ എന്ന് സങ്കടപ്പെടുന്ന ഒരു ജനം. നമ്മുടെയൊക്കെ മനസ്സിൽ ഈ ഒരു ചിത്രം എന്നും നിറഞ്ഞു നിൽക്കുന്നത് നല്ലതാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അതിൽ സങ്കടപ്പെടുന്ന ഒരു ജനത്തെ നമ്മളവിടെ കാണും. അത് അവരുടെ തെറ്റുകൊണ്ടല്ല, ആരൊക്കെയോ അവരെ ബന്ദികളാക്കി, യുദ്ധ തടവുകാരാക്കി അവിടെ കൊണ്ടുവന്നതുകൊണ്ടാണ് അവർ അവിടെ കഴിയേണ്ടി വന്നത്. അതുകൊണ്ടാണ് അവർ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ദൂരേക്ക് പോയത്. നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവഭവനത്തെ ഓർത്ത് ജീവിക്കാൻ പറ്റുമോ എന്ന് ഈ വചനം നമുക്ക് ഒരു വിചിന്തനം നൽകുന്നുണ്ട്. നമ്മൾ എവിടെയായിരുന്നാലും, ഏത് സ്ഥലത്തായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവത്തിൻ്റെ ഭവനത്തെ ഓർത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇസ്രായേൽ ജനം അതാണ് ചെയ്തത്. അടുത്ത വചനം ഇങ്ങനെയാണ്: അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു. കിന്നരം അതൊരു വാദ്യോപകരണമാണ്, പാട്ട് പാടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാദ്യ ഉപകരണം. ഇസ്രായേൽക്കാർ ഒരുപാട് ഉപയോഗിച്ചിരുന്നതാണ്. ഒരുപക്ഷെ അവർ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവർ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ കിന്നരം ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ തടവുകാരായി ഇവിടെ കഴിയുന്നത് കൊണ്ട് ഞങ്ങൾ ഇനി അത് ഉപയോഗിക്കുന്നില്ല. കാരണം കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയില്ല. അതുകൊണ്ട് വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു എന്നവർ പറയുകയാണ്. വീണ്ടും പറയുന്നു, ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ മർദ്ദകർ സിയോനെക്കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും? തടവുകാരാക്കിയ ബാബിലോൺ രാജ്യക്കാർ ഇസ്രായേൽക്കാരോട് പറയുന്നത്, നിങ്ങളുടെ കിന്നരങ്ങൾ മീട്ടി ഞങ്ങളെ രസിപ്പിക്കുക. വലിയ സങ്കടമായി അവർക്ക്. കാരണം ദൈവത്തെ സ്തുതിക്കാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നതാണ് കിന്നരങ്ങൾ. ആ കിന്നരം മീട്ടി തങ്ങളുടെ മർദ്ദകരെ രസിപ്പിക്കാൻ അവർ പറയുമ്പോൾ അവർ ഒരുപാട് ദുഃഖിക്കുകയാണ്. അവർ പറയുകയാണ്, അറിയപ്പെടാത്തൊരു ദേശത്ത് വെച്ച്, വിദേശീയമായൊരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾ എങ്ങനെയാണ് കർത്താവിൻ്റെ ഗാനങ്ങൾ ആലപിക്കുക? അവർക്കൊരുപാട് സങ്കടം കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് ദൂരേക്ക് പോയതുകൊണ്ട്, കർത്താവിന് വേണ്ടി കിന്നരം മീട്ടി ഗാനങ്ങൾ ആലപിക്കാൻ സാധിക്കാത്തതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ പറ്റാതെ പോകുന്നത് നമുക്ക് എന്തുമാത്രം സങ്കടം തരുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമുക്കെപ്പോഴും ദൈവത്തെ സ്തുതിച്ച്
മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഏത് ജീവിത സാഹചര്യമായാലും അവിടെയായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. അടുത്ത വചനം ഇങ്ങനെയാണ്: ജെറുസലമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലത് കൈ എന്നെ മറക്കട്ടെ. ജെറുസലേം ദൈവത്തിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം, വിശുദ്ധമായ നഗരം, ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഏറ്റവും കേന്ദ്രബിന്ദുവായ സ്ഥലം. വിപ്രവാസത്തിലായിരിക്കുന്നവർ പറയുകയാണ്, ജെറുസലമേ, നിന്നെ ഞാൻ മറക്കുകയാണെങ്കിൽ എൻ്റെ വലത് കൈ എന്നെ മറക്കട്ടെ. ഈ വലത് കൈ നമുക്ക് എത്രമാത്രം ആവശ്യമാണെന്ന് നമുക്കറിയാം. ഈ വലത് കൈ കൊണ്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഈ വലത് കൈ ഇല്ലെങ്കിൽ നമുക്ക് ജീവിതം തന്നെ ദുഷ്കരമായിരിക്കും. അത്രമാത്രം എനിക്ക് പ്രധാനപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിൽ ജെറുസലേം എന്ന് വിപ്രവാസത്തിലായിരിക്കുന്ന ഇസ്രായേൽക്കാർ പറയുകയാണ്. വീണ്ടും ഇങ്ങനെ പാടുന്നു: നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ, ജെറുസലേമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. ഞാൻ നിന്നെ വിലമതിക്കാതിരുന്നാൽ, ജെറുസലേമിനെ ഓർത്ത് പറയുകയാണ്, നിന്നെ വിലമതിക്കാതിരുന്നാൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ, എനിക്ക് സംസാരശേഷി ഇല്ലാതായി പോകട്ടെ. എന്ന് പറഞ്ഞാൽ സംസാരശേഷി ഇല്ലാതായി പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നുമല്ലാതായി തീരുകയാണ്. അങ്ങനെയായി പോകട്ടെ. വീണ്ടും അടുത്ത വചനം: കർത്താവേ, ജെറുസലേമിൻ്റെ ദിവസത്തിൽ എദോമ്യർ ചെയ്തതെന്തെന്ന് ഓർക്കണമേ. ഇടിച്ചു നിരത്തുവിൻ, അടിത്തറ വരെ ഇടിച്ചു നിരത്തുവിൻ എന്ന് അവർ പറഞ്ഞു. സംഹാരിണിയായ ബാബിലോൺ പുത്രി, നീ ഞങ്ങളോട് ചെയ്തത് നിന്നോട് ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിക്കുന്നവൻ അനുഗ്രഹീതൻ. അവരുടെ സങ്കടത്തിൽ അവർ പറയുകയാണ്, ബാബിലോൺ രാജ്യക്കാരാണ് അവരെ തടവിലാക്കിയത്, യുദ്ധ തടവുകാരായിട്ട് കൊണ്ടുപോയത്. എന്നിട്ട് അവർ പറയുകയാണ്, ബാബിലോൺ സംഹാരിണിയാണ്, ബാബിലോൺ പുത്രി, നീ ഞങ്ങളോട് ചെയ്തത് നിന്നോട് ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. ഒരുപക്ഷെ നമ്മൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ പഴയ നിയമ ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതാണ്. അന്നത്തെ ആ ചിന്താഗതി അനുസരിച്ച് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നൊക്കെയാണ്. അത് കർത്താവ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തിരുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളിങ്ങനെ വായിച്ചിട്ടുണ്ട്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ദ്വേഷിക്കുന്നവനെ സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ പശ്ചാത്തലത്തിൽ അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ ചിന്തിച്ചു, ഞങ്ങളെ ഇങ്ങനെ തടവുകാരായിട്ട് കൊണ്ടുവന്ന ഈ ബാബിലോൺ ദേശക്കാർ, അവരോട് പ്രതികാരം ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടട്ടെ, അല്ലെങ്കിൽ അവർക്ക് തകർച്ചയുണ്ടാകട്ടെ എന്നൊക്കെ അവർ പ്രാർത്ഥിക്കുകയാണ്. അത് പഴയ നിയമ പശ്ചാത്തലമാണ്. സങ്കീർത്തകൻ അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അത് തിരുത്തുന്നതും നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തുമാത്രം നമുക്ക് നമ്മുടെ ദൈവത്തോട്, നമ്മുടെ ദൈവത്തിൻ്റെ ഭവനത്തോട് സ്നേഹമുണ്ട് എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. ആ ദൈവഭവനത്തോട് എത്രമാത്രം നമ്മുടെ ഹൃദയം ഒട്ടിച്ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. ആ ഭവനമില്ലാതെ, ദൈവത്തിൻ്റെ ആലയമില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മുടെ മനസ്സ് പറയുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഒരുപക്ഷെ ബാബിലോൺ വിപ്രവാസത്തിലൂടെ കടന്നുപോയപ്പോൾ ഇസ്രായേൽക്കാർ അനുഭവിച്ചതുപോലെയുള്ള വേദനയുടെ അനുഭവങ്ങളിലൂടെ നമ്മളും കടന്നു പോകുന്നുണ്ടാകാം നമ്മുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങൾ കൊണ്ടും. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ ദൈവമേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാൻ നമുക്കാകുമോ? അങ്ങയുടെ ആലയമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് നമുക്ക് പറയാനാകുമോ? നമുക്ക് ചിന്തിച്ച് നോക്കാം. ഈ സങ്കീർത്തനം നമ്മെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക്, ദൈവത്തോടുള്ള സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. വചനോപാസന. സദരീന്ന
തദരീന ആരീന തദരീന തദരീ തദരീന സകല ലോകർക്കും ഭൂമിയിലാശ്രയം നൽകി കരുണ വാരിധി നീ. 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 നിൻ മാതാവൊരു പുണ്യവതി. നിൻ മാതാവൊരു പുണ്യവതി. നിൻ മാതാവൊരു പുണ്യവതി.
നിന്നാശ്രയം നൽകി സരി ഗരി സരി ഗാമ ഗരി സരി ഗമ പമ ഗരി സരി ഗമ പദാദാദ പമ ഗരി സരി ഗമ ഗരി സനി സരി ഗമ നിൻ പ്രിയ ശിഷ്യൻ മപദ ധനി സാ സരി സ സ സ സരി സരി സ സ സ സ ധ സ രി 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 സരി ഗരി രി രി ഗരി രി 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 ഗരി 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 ഗ സരി ഗ സാരി ഗരി സരി ഗ മ ഗരി സരി സ ഗരി സരി ധ പ മ ഗരി സരി ഗ മ ഗരി സ സരി രി ഗ ഗ മ മ പ പ ധ ധ നി നി സ സരി രി ഗരി രി സ സ നി നി ധ ധ പ പ മ മ ഗ ഗരി സരി ഗരി ഗ